ബിജു മേനോനും തമ്മിലുള്ള ഒരു ഇതാണ്. ബിജു മേനോൻ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടറായിട്ട് സാധാരണ ബിജു മേനോൻ ചെയ്ത പോലീസ് വേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പിന്നെ വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിനെ ഒരു പസിൽ രൂപത്തിലേക്ക് ആക്കിയിട്ട് ഒരു ത്രില്ലർ രൂപത്തിൽ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു മിറാഷിൽ മിസ്സായ ഒരു സംഭവം ഇതിനകത്ത് ശരിക്കും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജോജുവും ബിജു മേനോൻ അവരെ തമ്മിലുള്ള പെർഫോമൻസ്, അവരെ തമ്മിലുള്ള സീനുകൾ തന്നെയാണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ത്രില്ലറിലുപരി അതായത് ജോജുവിൻ്റെ ക്യാരക്ടർ വളരെയധികം നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലാണ്. പിന്നെ ഗോകുൽ അതുപോലുള്ള ബാക്കി ഷാജു അതുപോലുള്ള ആക്ടേഴ്സൊക്കെ നല്ല പെർഫോമൻസാണ്. ഒരു ഇമോഷണൽ ത്രില്ലർ പോലീസ് സ്റ്റോറി അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന സിനിമ. ജീത്തു ജോസഫിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ തന്നെ മൂവിയായിരുന്നു. അത് നൈസായിരുന്നു. ലാസ്റ്റ് വരെയും അവർ രണ്ടുപേരും ഇങ്ങനെ പിടിച്ച് നിന്ന് അങ്ങനെ പോയി. നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അഭിനയിച്ചിരിക്കുന്ന ജോജു ജോർജ് ആയാലും നമ്മുടെ ബിജു മേനോനായാലും ലെനയായാലും എല്ലാവരും ആയാലും എല്ലാവരും ലിയോണലിഷോയ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെ, ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്. ജോസഫിന് കയ്യടി തന്നെ. ട്വിസ്റ്റ് എല്ലാം കറക്റ്റ് ടൈമിൽ നന്നായിട്ട്, അതായത് അവരെ ഫേസ് ടു ഫേസ് വന്ന സമയത്തെല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം അവരോടൊരു വിഷമം തോന്നിപ്പോകും അങ്ങനെ. പക്ഷേ ഒട്ടും ചളവാക്കാണ്ട് ഒട്ടും നമ്മൾ ലാഗൊന്നും അടുപ്പിക്കാണ്ട് അടിപൊളിയായിട്ട് മൂവി ഫ്രം ദി വീഡിയോഗ്രാഫി സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളിയായിരുന്നു മൂവിൻ്റെ. നമുക്ക് ഇഷ്ടപ്പെടും. നല്ല മൂവി. തിയേറ്ററിലായാലും ഭയങ്കര സൈലൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ തിയേറ്ററിലുണ്ടായില്ലേ? ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. കാരണം ഇതൊരു ഇമോഷണൽ മൂവിയാണ്. എല്ലാവരും ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു, ഞാനും. അതുകൊണ്ട് ഞാൻ ഇത്ര ഡൗൺ ആയിട്ടിരിക്കുന്നത്. സോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പടം ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. ത്രില്ലറും സിനിമാറ്റോഗ്രാഫിയും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആക്ടേഴ്സ് ആണെങ്കിൽ ഈക്വൽ സ്ട്രോങ് ആയതുകൊണ്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ജീത്തു മത്ലബ് ജോജു എല്ലാവരുടെയും പ്രിയപ്പെട്ട. അടിപൊളിയായിരുന്നു മൂവി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗുഡ് മൂവി. ആക്ടേഴ്സ്, അതായത് നമ്മുടെ ആടുജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ട് വരുന്ന നായകന്, പിന്നെ അതുപോലെ തന്നെ ജോജു ജോർജ്, ബിജു മേനോൻ, പിന്നെ അതുപോലെ തന്നെ 2, 3, 4 നായികമാർ, ഇവരെല്ലാം അടിപൊളിയായിട്ട് നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ത്രില്ലിങ് മൂവിയാണ്. ഓക്കെ. ജോജുവിന് പിന്നെ കമ്പാരിറ്റീവ്ലി കുറവ് സ്ക്രീൻ സ്പേസേ ഉള്ളൂ. അല്ല, കണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷേ സ്ലോ പേസ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കാര്യമുള്ളൂ. എല്ലാവരുടെയും ഒരു കപ്പട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു രക്ഷയില്ല. ടീം ബെസ്റ്റ്. ആ ടീമിൻ്റെ വർക്ക് എല്ലാം ബെസ്റ്റാണ്. തീർച്ചയായും ഒരു രീതിയിലും ബോറടിക്കാതെ അങ്ങ് ഉടനീളം നമ്മളെല്ലാവരും ആ ഒരു സ്ക്രീനിൽ തന്നെയായിരുന്നു.